ഹലോ ഗായ്സ്, എല്ലാവർക്കും ന്യൂ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. ഇന്ന് നമ്മുടെ അടുത്തുള്ള കളരിയിൽ പൂജ നടക്കുകയാണ്, പ്രതിഷ്ഠാ ദിനം. അപ്പോൾ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു ഇതൊരു വ്ളോഗായിട്ട് കിടക്കട്ടെ എന്ന്. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കിവിടെ സുഖമാണ്. അപ്പോൾ അച്ഛൻ ഇറങ്ങിയിട്ടുണ്ട്, അമ്മ അവിടെ ഉണ്ട്. എന്താ അമ്മ പറയാനുള്ളത്? ഇന്ന് പ്രതിഷ്ഠാ ദിനം. അതെ, അപ്പോൾ നേരത്തെ എണീറ്റു. അമ്മ ചായയും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഫുഡൊക്കെ പുറത്തുനിന്നാണ്. അതെ, ഞാൻ കുറച്ച് എണീക്കാൻ ലേറ്റ് ആയിട്ടുണ്ട്. എന്താണ് പറഞ്ഞു കൊടുക്കൂ? എനിക്ക് ഉറക്കമില്ല ഇപ്പോൾ. രാത്രി ചെയ്തുകൊണ്ട് അതെ 2 മണി ഒരു 2:30 കിടക്കാൻ. അപ്പം ഞാൻ ഇന്ന് കുറച്ച് ലേറ്റായി എണീക്കാൻ. അപ്പോൾ നമുക്ക് നേരെ കളരിക്ക് പോവാം അല്ലമ്മ? അതെ, അടുത്ത വിശേഷങ്ങളൊക്കെ കാണാം. എനിക്ക് പണി പ്രസാദം ഈ വൈശൂര് മുന്നിലാണ് അത് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞു കേട്ടോ. ഗണപതി ശരിയാണോ? ഉള്ളിക്ക് കയറാൻ പറ്റില്ല. നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാനും പറ്റും. ഗുഡ് മോർണിംഗ്. കുഞ്ഞി പട്ടാളങ്ങളെ എന്താ വൈകിയത് വരാൻ? എല്ലാവരും കുഞ്ഞിക്കൈ കാട്ടു. ഇതെന്താ അറിയോ? പേര് പറയാ പ്രസാദത്തിന്റെ. പ്രസാദത്തിന്റെ പേര് പറയോ? പേര് പറ, എന്നാലേ 2ാം ട്രിപ്പ് തരുള്ളൂ. ഇന്നെന്താ ഒന്നും മിണ്ടാത്ത? ഭയങ്കര സൈലന്റ്. ഇന്നലെ ഭയങ്കര സംസാരമായിരുന്നല്ലോ. നോക്ക അതിലേക്കൊരു ഹായിപ്പൊ പറയാ. ഇന്നലെ കണ്ട ആളെയല്ലേ? ഇന്നലെ എന്തിന്റെ ആയിരുന്നു? ഉറക്കം വരും. ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. രജനീകാന്ത്, ഇതാണ് ഞങ്ങളുടെ സിനിമാ നടൻ രജനീകാന്ത്. അച്ഛനാണ് ഫാൻസ് കേട്ടോ യൂട്യൂബില്. എല്ലാവരും പറയാറുണ്ട് അച്ഛൻ അടിപൊളിയാണ്, അച്ഛൻ നല്ല കമ്പനിയാണ് എന്നൊക്കെ. അടുത്ത പരിപാടി എന്താണ്? ഇനി നമുക്ക് പൂജ കഴിഞ്ഞ് ചായ കുടിക്കാം. ഇപ്പോൾ ഇനി മൃത്യുഞ്ജയഹോമം തുടങ്ങിയാണ്. അതെ, മൃത്യുഞ്ജയഹോമം തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് നല്ല ക്ലൈമറ്റാല്ലേ? വെയിലില്ല. നോട്ടെ, അപ്പോൾ കണ്ണൻ പുതിയ ഫോൺ എടുത്തിട്ടുണ്ട്. നോട്ടെ കണ്ണ, അതിന്റെ ചെലവ് കിട്ടിയിട്ടില്ല കേട്ടോ. എന്നാണ് താങ്കൾ എടുത്തത്? എന്നാ താങ്കൾ എടുത്തത്? 14 തീയതി. എന്താണ് പൗഡറൊക്കെ ഇട്ട് ഇത് പറഞ്ഞ ഒരു പൂവ് തരുന്നതാണ്. ഇതെന്താണ്? പറയൂ. അത് പൊട്ടിക്കാൻ പറ്റില്ല. ഇത് അനാർ. നന്നായിട്ടില്ലേ? ആ, മാതള നാരങ്ങ അനാറൊക്കെ പറയും. ഇത് നമുക്ക് വലുതായിട്ട് പറിക്കാട്ടോ. ഇങ്ങനെ റെഡിയാക്കി തരട്ടെ അമ്മായി? മേക്കപ്പ് ചെയ്യട്ടെ? സുന്ദരിയായില്ലേ? നമ്മള് കുഞ്ഞുമണീനെ റെഡിയാക്കിണ്ട്. നോട്ടെ, ടൺ ടൺ ടൺ. ആര് വലിയ പൊട്ടൊക്കെ വെച്ചിട്ട് സുന്ദരിയായില്ലേ? സുന്ദരി പെണ്ണായിണ്ട്. നമുക്കിനി അങ്ങോട്ട് പോവാം. ആരെ പൂവ് വെച്ചെന്ന്? ഇദ്ദേഹോ?
എന്തിനാ അതാ അപർണീനെ കിട്ടിയില്ല. അപർണ എന്താണ് എപ്പെത്തി? കുശലം പറിച്ചു. എനിക്ക് ശരത്ത് മാമിനെ വിഷയ മാമിനെ ഇഷ്ടം. ചെയ്ത് നോക്കിയിട്ടേ പറയുള്ളൂ. അച്ചി എനിക്ക് ഇന്നെയാണോ വൈശാഖ് മാമിനെയാണോ ഇഷ്ടം? മയിനെ ഒരു കണ്ണു ചെമ്പിയോട് പറഞ്ഞു. ഡാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വേം പറയും കൈ നോക്കി ആരെയാണ്? ഇതെന്താ അയ്യേ എന്തിനാ അത് പിന്നെ അങ്ങനെ കുട്ടികളെ ലിപ്സ്റ്റിക്കൊക്കെ കൊടുത്ത് സോപ്പ് ഇട്ടിട്ട് ആരത്? എപ്പറ്റി സുന്ദരി ഉണ്ടല്ലോ. അപ്പൊ ഇനി ഞങ്ങൾ ചായ കുടിക്കാം. അപ്പോൾ ചായ കുടി കഴിഞ്ഞു, പൂജയൊക്കെ കഴിഞ്ഞു. ഇനി വൈകിട്ട് ചെറിയൊരു പൂജാ പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഒന്ന് കുറച്ച് നേരം ഉറങ്ങി. കാരണം രാവിലെ എണീറ്റ് കാരണം എല്ലാവർക്കും ടയേർഡ് ഉണ്ടായിരുന്നു. പിന്നെ വൈകിട്ടാണ് പിന്നെ അടുത്ത പൂജ വരുന്നത്. അപ്പം ഇനി ഇത് കഴിഞ്ഞാൽ ബാക്കി പരിപാടികളൊക്കെ കഴിയും. അപ്പം ഇനി നമുക്ക് നേരെ അവിടേക്ക് പോവാം. ഒന്ന് ഉറങ്ങി. കാരണം 2-3 ദിവസമായിട്ട് തീരെ ഉറക്കമുണ്ടായിരുന്നില്ല. ഒന്നാമത് ഈ പരീക്ഷയും തിരക്കൊക്കെ കാരണം ഉറക്കം ഭയങ്കര കുറവാണ്. പുതിയ മുഖം ശരത്തിൻ്റെ നീ വീഡിയോയിൽ കണ്ടിട്ടേ ഉണ്ടാവില്ല ആരും. അതെ, ഇന്ന് ആകെ തിക്കും തിരക്കുമായി. അങ്ങോട്ട് പോക്കും ഇങ്ങോട്ട് പോക്കും, പിന്നെ അവരെ കൊണ്ടാക്കലും കൊണ്ടലൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. ഇതാ ഇനി ശരത്തേട്ടിനെ കാണാത്ത കണ്ടാണ്. അപ്പൊ നമുക്ക് സമയം കളയണ്ട, നമുക്ക് വേഗം. അതെ, അവിടെ അവരൊക്കെ വന്നു, പൂജയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അവിടേക്ക് പോകാൻ എല്ലാവരും റെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബൈ. അപ്പോൾ നമ്മളങ്ങനെ കളരിയിലൊക്കെ പോയി വന്നു, പായസം കുടിച്ചു. ഇഷ്ടമായോ? വന്നിട്ടില്ലെങ്കിൽ മിസ്സായിരുന്നു. അതെ അതെ, മിസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അച്ഛൻ നമ്മളെ ചതിച്ചു. അതെ, അവൾ വരുന്നു വിചാരിച്ചു. ാണ് അപർണ ഓടി വന്നത്, പക്ഷെ അച്ഛൻ എത്തിയില്ല. ഒരാളുടെ മിസ്സിങ് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളിത് തീരെ വിചാരിച്ചിട്ടില്ല എടുക്കണമെന്ന്. പിന്നെ എല്ലാവരും നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്യാൻ പറയുന്നത് കൊണ്ടാണ് നമ്മളത് എടുത്തത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു, എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ഒരു പുതിയ വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, നന്ദി, നമസ്കാരം.